ഒക്കെ വരുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നു. അത് വേദനിപ്പിക്കാതെയാണ് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് കുറച്ച് തിരുത്തി ഇത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, പിന്നെ ഇതോടും കൂടി നിർത്തുന്നവരും ഉണ്ടല്ലോ. ഓക്കെ, അവർക്ക് ആ സമയത്ത് തോന്നുന്ന കമൻസ് ആണ് പറയണത്. അപ്പോൾ നിങ്ങളും പേഴ്സണലി ആയി എടുക്കരുത്, അവരും പേഴ്സണലി ആയിട്ട് ജഡ്ജ്മെൻറ്റ് തരില്ല എന്തായാലും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ്. സോ ഇനി നമ്മളുടെ കണ്ടസ്റ്റന്റ് ആദ്യത്തെ ഭർത്താവ് വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം പ്രൊമി. ഹായ് പ്രൊമി. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഫസ്റ്റ് റൗണ്ടിന്റെ എക്സ്പീരിയൻസ്? എന്താണ് ഫീഡ്ബാക്ക് കിട്ടിയത്? എന്താണ് ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറഞ്ഞത്? ഫ്രണ്ട്സ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത്, ഞങ്ങൾ അങ്കമാലി ഹെറിറ്റേജ് ലോട്ടറി ആയിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ട് നമ്മുടെ ഒബ്രോൺ മാളിൽ സിനിമാക്സിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ശിശുദിനത്തിൻ്റെ അന്ന്. ഓക്കെ, ഞങ്ങൾ 180 പിള്ളേരെ ഒബ്രോൺ മാളിൽ കൊണ്ട് സിനിമാക്സിൽ കൊണ്ട് തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചീഫ് ഗസ്റ്റ് മെയിൻ മെസ്സേജ് തരാൻ വന്നത് മേജർ രവിയാണ്. പിന്നെ പിള്ളേർക്കൊരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സെലിബ്രിറ്റീസ്, നവിൻ പോളി, മുന്ന, മുക്ത, അവരൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് മുന്ന, മുക്തയൊക്കെ, നവിൻ പോളിയൊക്കെ വന്നു. മുക്തയെ വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പിള്ളേർ നിൽക്കണം, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് സനോജ് സ്റ്റീഫൻ, ജിം, ജോസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മുക്തേനെ. മുക്ത വന്നു, ലിഫ്റ്റിലിങ് വന്ന് ഇറങ്ങി ആ ഡോറ് തുറന്ന് ഇങ്ങോട്ട് മുമ്പിലേക്ക് വന്ന വഴി തന്നെ ഞങ്ങളിങ്ങനെ വെൽക്കം ചെയ്യാൻ ഇങ്ങനെ നിൽക്കാണ്ട് വന്ന വഴി തന്നെ നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മുക്ത വന്നിട്ട്, ചേട്ടൻ വെറുതെ അല്ല ഭാര്യയിൽ അഭിനയിച്ച ചേട്ടനല്ലേ എന്ന് ചോദിക്കാണ്. അല്ല ശരിക്കും അപ്പൊ എനിക്ക് തോന്നി, ഓ മൈ ഗോഡ് എല്ലാം. അപ്പൊ ഇങ്ങനെ ഞാൻ നോക്കും, ഞാൻ അപ്പൊ ഉടനെ ഞാൻ എല്ലാവരും നോക്കണേ. നല്ലൊരു എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവര് പോലും എല്ലാവരും ഇത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ അത് പറഞ്ഞതിന് ശേഷം മുക്ത